നമ്മൾ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക ഉണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ആൽപ്പിൻ്റെ ആമ്പ് ആൾട്ടോ 800 സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ആമ്പ് പണി കിട്ടി, ആമ്പ് വർക്കിംഗ് അല്ല. അപ്പോൾ ഒരു മേടിച്ചുകൊണ്ടെന്ന് ആമ്പൊക്കെ പൊളിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്റ്റൽ DRLൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ അതിൻ്റെ പീസ് അകത്തൊരു വൈറ്റ് പീസാണ്, വൈറ്റ് പീസൊക്കെ നമ്മൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് അല്ല, ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് അല്ല കാണിക്കുന്നത്. നമ്മളെ ഡെയിലി ഉള്ള വീഡിയോസ്, നമ്മൾ എത്ര വെഹിക്കിൾസ് ഇന്ന് പണിഞ്ഞിട്ടുണ്ട്, അതിനകത്ത് മാക്സിമം എത്ര വെഹിക്കിൾസിൻ്റെ നമുക്ക് വർക്ക് ചെയ്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് പോകണം കേട്ടോ. അതിപ്പോൾ മിക്സ്ഡ് ആയിരിക്കും ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഒരു വണ്ടിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കും, പകുതി വേറൊരു വണ്ടിയുടെ വർക്ക് വന്നത് എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോസിൻ്റെ ഇടയ്ക്കിടെ കാണും. അപ്പോൾ അങ്ങനെ കാണാൻ നേരത്ത് ആരും വിഷമിക്കലും ഒരു വീഡിയോ തീർത്തിട്ട് പൊക്കിവിടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരു ദിവസം 3, 4, 5 വണ്ടി ഉണ്ട്. ഈ 4, 5 വണ്ടിയിലും കറങ്ങി നമുക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിരിക്കും നമ്മളിന്ന് ഉൾപ്പെടുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ നേരത്ത് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനായിട്ട് ഡിലേ വരുന്നുണ്ട്. അതായത് ആ ഡെയിലി വീഡിയോസ് ഓരോ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ നേരത്ത് ഡിലേ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ആയിട്ട് ഇപ്പോൾ ഞാൻ 2 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല, അത് നോക്കിയിട്ടായിരിക്കും ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണം. അപ്പം ഡെയിലി ഇനി വീഡിയോസ് ഇടാം എന്നുള്ള പ്ലാനിലാണ് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കാനും തന്നെ വെച്ച് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് അന്ന് നമുക്ക് വർക്ക് ചെയ്യുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടോ K10 ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ JBLൻ്റെ 1200 വാട്ടിൻ്റെ സബ് വൂഫർ, അതേപോലെ ആൽപ്പിൻ്റെ ഒരു 2 ചാനൽ ആംപ്ലിഫയർ, പിന്നെ ആക്സസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 8 kg വയർ കിറ്റാണ് നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുക. അതിനകത്ത് പൈനിയറിൻ്റെ സ്റ്റീരിയസ് കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ സിംഗിൾ ഡിനി സ്റ്റീരിയസ് ആണ്, നല്ല ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. 2 പ്രീ ഔട്ടുണ്ട് അതിനകത്ത്, റിയർ ആൻഡ് ഫ്രണ്ട് ആൻഡ് റിയർ ഫ്രണ്ട് സബ് ഓഫറാണ് ഇതിനകത്ത് വരുന്നത്. റിയറിൽ തന്നെയാണ് സബ് ഓഫർ നമ്മൾ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നോർമലായിട്ട് തന്നെ ആമ്പ് കണക്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിലാണ് ഇതിൻ്റെ പ്രീ ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. 4 സ്പീക്കർ ഔട്ടും അതേപോലെ തന്നെ 2 പ്രീ ഔട്ടും വരുന്നൊരു മോഡലാണ് നമ്മളെ ഈ പൈനിയറിന്. നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റീരിയാണ്. ഏകദേശം പ്രൈസ് ആ ടൈമിൽ വന്ന നേരത്തെ പ്രൈസ് എന്ന് വെച്ചാൽ ഡിസ്ക് ഇടുന്ന ടൈപ്പാണ്, നല്ല ക്വാളിറ്റിയാണ്. 5,900 ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ ഈ സ്റ്റീരിയ. അപ്പോൾ 8 kg വയറൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പീക്കർ വയറൊക്കെ ഉണ്ടോ, സ്പീക്കർ വയറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിന് ഡെയിലി ഒബ്സർവേഷൻ വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നിർത്തിയായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിർത്തിയായിരുന്നു വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ carensൻ്റെ ഹെഡ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് പൊളിച്ച് നമുക്കതിനകത്ത് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പൊളിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്റ്റൽ DRLൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ അതിൻ്റെ പീസ് അകത്തൊരു വൈറ്റ് പീസാണ്, വൈറ്റ് പീസൊക്കെ നമ്മൾ ഇളക്കി ഫുള്ള് ബ്ലാക്ക് കളറിലോട്ട് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതാണ്ടേ നമ്മൾ ഒരെണ്ണം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് മൊത്തം ക്രിസ്റ്റൽ DRLൊക്കെ മേഖലയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല, ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഫുള്ള് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഒറ്റ വീഡിയോസാണ് കേട്ടോ, മാക്സിമം ഒരു 10 മിനിറ്റിനകത്തുള്ളൊരു വീഡിയോസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഈ വണ്ടിയുടെ വർക്ക് ഏതാണ്ടൊക്കെ തീരാറായിട്ടുണ്ട്. അതിപ്പം കഴിഞ്ഞ് ഇനി ഒരു ഹെഡ്ലൈറ്റ് കൂടെ ബാലൻസ് ഉള്ളൂ. നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ ആൾട്ടോ K10 സബ് ആമ്പൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും വീഡിയോസും കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആൽപ്പിൻ്റെ ആംപ്ലിഫയറിൻ്റെ RMS എന്ന് വെച്ചാൽ 125 RMS ആണ് ഈ ഒരു ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് 600 വാട്ട്സാണ് കേട്ടോ. നമ്മളെ ഈ ഒരു ആംപ്ലിഫയറിന് കമ്പനി പറയുന്ന 600 വാട്ട്സ് 125 RMS ആണ് വരുന്നത്. അതേപോലെ 1200 JBL ആണ്. ഇതിൻ്റെ RMS എന്ന് വെച്ചാൽ 275 RMS ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ബോക്സ് അല്ല ഇതിൻ്റെ കൂടെ ഇരിക്കുന്നത്, ഇത് രണ്ടാമത് മേടിച്ച ബോക്സാണ്. ഇതിൻ്റെ ബോക്സ് എനിക്ക് ഒന്ന് കസ്റ്റമർ കൊണ്ടുവന്ന നേരത്തില്ല, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ ആ ക്വാളിറ്റി ഈ ഒരു സബ് ഓഫറിന് കിട്ടത്തില്ല. ഇതിൻ്റെ കമ്പനി സബിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ക്വാളിറ്റി ഈ ഒരു ബോക്സിന് കിട്ടത്തില്ല. അത് രണ്ട് ക്വാളിറ്റിയാണ് മേക്ക് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വയർ കിറ്റെല്ലാം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചത്. അതുപോലെ ഇതിൻ്റെ DRLും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഇതിൻ്റെ ഇവിടെ ഉൾപ്പെടുത്തി പോകണമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഇന്നോവയ്ക്കകത്ത് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന പൈനിയറിൻ്റെ സ്റ്റീരിയോ ആണ്. അപ്പോൾ അവരത് റിമൂവ് ചെയ്തിട്ട് ഒരു 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ടൈപ്പ് 3 വണ്ടിയാണ്, ടൈപ്പ് 3 ടൈപ്പ് 4 വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേസിവൻ്റെ കാര്യങ്ങളൊന്നും മാറേണ്ട ആവശ്യമില്ല. അടിയിലത്തെ ലോവർ പീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നമുക്ക് ആൻഡ്രോയിഡ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നോവയ്ക്കകത്ത് ചെയ്യാൻ നിർത്താം, ഈ ഒരു ക്ലോക്ക് നമുക്ക് നഷ്ടപ്പെടും കേട്ടോ. ഈ ക്ലോക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ആൻഡ്രോയിഡ് സ്റ്റീരിയോ നല്ല കവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്യണം.
ക്യാമറ സബ് കൊടുത്തിട്ടുണ്ടല്ലേ. ആൻറ്റിനെ എല്ലാം കൂടെ മൂവ് ചെയ്തു. ഇത് റിവേഴ്സ് ലൈനാണല്ലോ. അപ്പോൾ എല്ലാവരും മുമ്പ് പറയാറുണ്ട് എല്ലാം വയർ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അന്ന് ചെയ്തപ്പോഴും ഇതിനകത്ത് ഇതാ കപ്ലെയർ ഇട്ടാണ് അവർ ആഡ് ചെയ്തിരുന്നത്. ഒരു വയറും കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാ കണ്ടല്ലോ, നമ്മളെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മളെ ആമ്പ് സബ്ബൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി അവിടെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ, വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇനി ഇതിനകത്ത് കപ്ലെയർ ടു കപ്ലെയറാണ്. ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇനി കപ്ലെയർ ആഡ് ചെയ്യാൻ നേരത്ത് ഈ ഒരു പീസിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ചെറിയൊരു കട്ട് പീസ് ആഡ് ചെയ്യാനുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ കപ്ലെയർ ഡയറക്റ്റ് ഇതിനകത്ത് ആഡ് ആവുന്നതായിരിക്കും. ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കണം, രണ്ടിലും കട്ട് ചെയ്ത് കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ കപ്ലെയറിനകത്ത് 2 പിന്നാണ് വരുന്നത്. ഇത് സിംഗിൾ പിന്നാണ് വന്നത്, നമ്മൾ ഡബിൾ പിന്നാണ് വരുന്നത്. കാര്യം ഇന്നോവ ക്രിസ്റ്റ അങ്ങനെയുള്ളതിന് എല്ലാത്തിനും സെയിം കപ്ലെയറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കപ്ലെയർ നമുക്ക് മാച്ചാക്കി ഇടാനും പറ്റും കേട്ടോ. അതിനകത്ത് വലിയ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ആൽപ്പിൻ്റെ ആമ്പ് ആൾട്ടോ 800 സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ആമ്പ് പണി കെട്ടി, ആമ്പ് വർക്കിംഗ് അല്ല. അപ്പോൾ ഒരു മേടിച്ചുകൊണ്ടെന്ന ആംപ്ലിഫയറാണ്, യൂസറാണ്. അപ്പോൾ യൂസറിനകത്ത് ഈ ഗ്രീൻ ലൈറ്റിൻ്റെ പവറും കാര്യം സപ്ലൈ എല്ലാം ഫുള്ള് വരുന്നുണ്ട്. പക്ഷേ ആമ്പ് വർക്കിംഗ് അല്ല, ഓൺ ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, വെറുതെ വയറും കിറ്റ് വലിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമ്പിൾ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മളതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ ഇന്നോവയ്ക്കകത്താണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സബ്ബും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തതാണ്. അവർ സബ് ആംപ്ലിഫയറൊക്കെ അവർ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ വയറിംഗ് കിറ്റ് കംപ്ലൈൻറ്റ് ആയിരുന്നു. അപ്പോൾ വയറൊക്കെ നമ്മൾ 10 സ്ക്വയറിൻ്റെ വയറൊക്കെ മേടിച്ചാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തത്. അങ്ങനെ കുറേ ടൈം നമുക്ക് ഡിലേ ആയി. അപ്പോൾ അതാ സ്റ്റീരിയോ അവർ പുറത്തുനിന്നുണ്ടോ സ്റ്റീരിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സ്റ്റീരിയോസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കിയ കാരൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരൻസിനകത്ത് നമ്മൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ പൊളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കണ്ടല്ലോ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ വർക്കുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു 800 വന്നായിരുന്നു. 800ൻ്റെ വീഡിയോ എടുക്കാൻ മറന്നായിരുന്നു. സ്പോയിലറും ഡിഫ്യൂസറൊക്കെ വെച്ചിട്ട് പോയിരുന്നു കേട്ടോ. ആൾട്ടോ മാരുതി 800 ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ വിട്ടു. അപ്പോൾ ഇച്ചിരി തിരക്കായിപ്പോയി. അപ്പോൾ നമ്മളെ ഹാംസിനകത്ത് ഇവിടെ ഒരു നമ്മൾ RGB സ്ട്രിപ്പ് RGB ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന കാർഡ് K സീരീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒട്ടുമിക്കുള്ള ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക കണ്ടോ. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കാർഡിയും നമ്മൾ ചെയ്യുന്നുണ്ട്. കാർഡിച്ച് കോസ്റ്റ്ലിയാണ്. കാർഡ് 18 മോഡൊക്കെ വരാൻ നേരത്തെ ഏകദേശം ഒരു 40-45 അടുപ്പിച്ച് റേറ്റ് വരും. അതായത് 14,000 14,500 ആ റേഞ്ച് അടുപ്പിച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. 40 എന്നൊക്കെ പറഞ്ഞാൽ വിചാരിച്ച് 40,000 എത്രയല്ല 14,000 അടുപ്പിച്ച് റേറ്റ് ഉണ്ട്. പക്ഷേ കാർഡി ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്കൊരു 2,500-3,000 നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് ഒടിവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നൈറ്റ് മാത്രമേ നമുക്ക് വലുതായിട്ട് അറിയാൻ പറ്റും. പക്ഷേ പകൽ വലുതായിട്ട് അറിയാം. പക്ഷേ കാർഡി പകൽ നമുക്ക് സെറ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെ കാരൻസിനകത്ത് ഹെഡ്ലൈറ്റ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുള്ളിക്കാരൻ ഒരുപാട് സ്ഥലത്ത് ട്രിവാൻഡ്രത്തും അതേപോലെ എറണാകുളത്തൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ആരും ചെയ്യാൻ പറഞ്ഞില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ട്രൈ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി എൻ്റെ 2 ആഴ്ച മുമ്പേ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ വന്നതാണ് പുള്ളി. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. നാളെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റും. കാര്യം ഇളക്കിയ നേരത്ത് സംഭവം ചെയ്യാൻ സെറ്റപ്പാണ്. നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നി. ഒരെണ്ണം ഇളക്കി ചെയ്ത നേരത്ത് തന്നെ എനിക്ക് ഐഡിയ കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അടുത്ത പീസും കൂടെ പെട്ടെന്ന് ഇളക്കി അപ്പോഴേ തന്നെ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാണ്ടോ ഇതിനകത്ത് വെൽക്കം ടൈപ്പ് റണ്ണിങ് ടൈപ്പ് വന്നതിന് ശേഷം ബ്രൈറ്റിൽ നിന്നിട്ട് ഒറ്റ അടിക്ക് ഡിം ആവുകയാണ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ബ്രൈറ്റിലോട്ട് തന്നെയാണ് വരികയാണ് ചെയ്തത് പാർക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻഡിക്കേറ്റർ കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ആണോ